സാറേ, രാഹുൽ മാങ്കൂട്ട ഇന്നലെ പാലക്കാട് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്നത്. കുന്നത്തൂർ മേട് ബൂത്തിലാണ് അദ്ദേഹം ഇന്നലെ വന്ന് വോട്ട് ചെയ്തത്. അപ്പോൾ രാഹുൽ സീനിയർ നേതാക്കളെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെ നമുക്കിതിൽ പറയാം. കാര്യം അവർ വോട്ട് ചെയ്യാൻ വരണ്ട എന്ന് മാന്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിയമസഭയിൽ ചെല്ലരുതെന്ന് പറഞ്ഞിട്ടും അവിടെ അദ്ദേഹം ചെന്നു. പാലക്കാടുകാർക്ക് താൻ പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാനാണോ ഇന്നലെ മാങ്കൂട്ടം വന്നത്? മാങ്കൂട്ടത്തിന്റെ റീ എൻട്രി എത്ര കണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന അന്തർനാടകങ്ങൾ എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഉത്തരം, പാലക്കാട് മാങ്കൂട്ടത്തിൻ്റെ റീ എൻട്രിയേക്കാളൊക്കെ പ്രധാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ UDF നേട്ടം ഉണ്ടാക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ക്രെഡിറ്റ് ഉണ്ട്. രണ്ടാമത്തത്, പാലക്കാട് BJPക്ക് കയ്യിലുള്ള ഏക മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ വന്തളം കഴിഞ്ഞ രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. പാലക്കാട് തിരിച്ചു പിടിച്ചാൽ, കോൺഗ്രസ് തിരിച്ചു പിടിച്ചാൽ അവിടെയും പ്ലസ് പോയിൻ്റ് ആർക്ക് അനുകൂലമായിട്ട് വരും? രാഹുലിന് വരും. അത് കോൺഗ്രസിലെ പവർ ഇക്വേഷനെ ബാധിക്കും. ആ ഇക്വേഷനെ ബാധിക്കുന്നത് ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ രൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവരെ ഒന്ന് വിളിച്ച് യോജിപ്പിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ തൽക്കാലം ഞാനെന്ന ഭാവത്തിൽ നടക്കുന്ന നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവരോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറയാനുള്ളൂ. ഇവിടെ അതില്ല. ആരും ആരെയേക്കാൾ മുകളിലുമല്ല, ആരും ആരെയേക്കാൾ താഴെയല്ല. ഇപ്പോൾ കെ മുരളീധരനാണെങ്കിലും അടൂർ പ്രകാശാണെങ്കിലും സുധാകരനാണെങ്കിലും അവരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ആവശ്യാനുസരണം, എന്തിനും ഉണ്ണിത്താൻ പോലും തരൂരിനെ അവരെ വിമർശിക്കുന്നത്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് തറപ്പിച്ച് പറയാൻ ആരുമില്ല. ഇപ്പോൾ ആ അവസ്ഥയിൽ എത്തിച്ചു രാഹുൽ. അതിന് കോൺഗ്രസിൻ്റെ സതീശൻ്റെ അതിരുകിടന്ന ആവേശം രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചു. രാഹുലിനെ കൂടുതൽ കുറ്റപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടി രാഹുലിനെ കൂടുതൽ ആക്രമിക്കുന്ന സമയത്ത് സതീശൻ ഒറ്റ വാചകം മാത്രം പറഞ്ഞാൽ മതി, നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക, യാതൊരു കാരണവശാലും മറ്റ് നിയമസഹായം മറ്റു തരത്തിലുള്ള സഹായങ്ങളോ ഒരു കോൺഗ്രസ് എന്നുള്ള നിലയിൽ ചെയ്യുക എന്നൊരു പ്രസ്താവന മാത്രം മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കുറ്റബോധം ആർക്ക് പെടലേക്ക് വരുമായിരുന്നു? രാഹുലിൻ്റെ പെടലേക്ക് തന്നെ വന്നേനെ, രാഹുൽ തന്നെ താങ്ങേണ്ടി വന്നേനെ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി രാഹുലിനെ ആക്രമിക്കും തോറും അറിയാതെ ഒരു ഗ്രാവിറ്റേഷൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് രാഹുലിനോട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്ന രാഹുലിനെ തള്ളിപ്പറയുന്ന സതീശൻ എന്നുള്ള ഇമേജാണ് സതീശൻ വളർത്തിയെടുത്തത്. അവിടെയാണ് രാഹുൽ ആദ്യത്തെ ഫസ്റ്റ് രക്ഷപ്പെട്ടത്. അത് നിയമത്തിന് വിട്ടുകൊടുത്തതിന് സുഖമായിട്ടൊരു പ്രശ്നമില്ല, അറസ്റ്റ് ചെയ്യാനും ആരും രാഷ്ട്രീയ വൈരാഗ്യം എന്ന് പറയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആരോപണങ്ങളെല്ലാം സത്യമല്ലെന്ന് ആരും പറയുന്നില്ല. അത് ഏറ്റവും വലിയ ഇതിനെ രാഹുൽ പ്രശ്നത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരും ഈ ആരോപണമെല്ലാം കള്ളത്തരാന്ന് പോലും ആരും പറയുന്നില്ല. ആണോ ഇല്ലയോ എന്ന് എല്ലാവർക്കും മനസ്സിലുണ്ട് പല കാര്യങ്ങളും. തീർച്ചയായിട്ടും. പക്ഷേ മറിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ വരും, ഈ ഇലക്ഷൻ വരെ ഇത് കാത്തിരുന്നത്, നമ്മൾ മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ കന്നിമാസം തുലാമാസം എന്നൊക്കെ ചില മൃഗങ്ങളെ പറ്റി പറയാറുണ്ട്. ഈ ഇലക്ഷൻ കാലത്ത് മാത്രമാണോ പിണറായി വിജയൻ ഇത്തരം കേസുകൾ പുറത്തു? പിണറായി വിജയനാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. കോൺഗ്രസിനകത്തുള്ള സീനിയർ നേതാക്കൾ ആയിക്കൂടുന്നില്ലേ? അതിനു മുമ്പ് തന്നെ നടപടികളായല്ലോ. ആണെങ്കിൽ പിടിക്കണം. പിണറായി വിജയൻ പറഞ്ഞു അത് എനിക്ക് കണ്ണിക്കാൻ ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല സാർ. അതായത് ആദ്യത്തെ പരാതി വന്നത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് നേതാക്കൾ കൊടുത്തതല്ല. പക്ഷെ രണ്ടാമത്തെ പരാതി കോൺഗ്രസ്സുകാർ ആണ്. KPC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതിനെ എതിർത്തത് VD സതീശനാണ്. ആര് പറഞ്ഞു ഡ്രാഫ്റ്റഡ് ആയാലും എന്താ തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് കോൺഗ്രസിനകത്തെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഈ പറയുന്ന മാങ്കൂട്ടത്തിനെ ഇനി പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തങ്ങൾക്കൊക്കെ പലതും കിട്ടാതാകുന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞു. അല്ലല്ല, അവരുടെ ആ അരക്ഷിതത്വ ബോധമുണ്ട്. ഇത് ഞാൻ സാറിനോട് ആ വിഷയം തന്നെ ഞാൻ പറയാൻ വരുന്നത്. ഇത് സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് സ്വയം, അല്ലെ ഞാൻ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് സ്വയം ധരിച്ച് നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല. ഇപ്പോൾ സതീശന് ഭീഷണിയില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സതീശനെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ, ആ ക്ലാസ്സിൽപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലും നിലമ്പൂർ വിജയം കൂടെ കഴിഞ്ഞതോടുകൂടി സതീശൻ പാർട്ടി സംഘടനാ രംഗത്ത് അജീയനായി. അപകടം കിടക്കുന്ന അവിടെ അല്ല, നിയമസഭാ കക്ഷിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ സതീശനെ പിന്താങ്ങുന്ന MLA കൂടുതൽ വേണമെന്ന് സതീശൻ ആഗ്രഹിക്കും. അതിന് സാമാന്യഗതിയിൽ അങ്ങനെ തന്നെ വരികയും ചെയ്യായിരുന്നു. പക്ഷേ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ഈ ചേരിയിൽ നിന്ന് മാറി, അല്ലെ സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന റോളിൽ നിന്ന് മാറി വേറെ റോളിലേക്ക് മാറി. നാളെ അവർ KC വേണുഗോപാലിനോ അല്ലെങ്കിൽ മറ്റാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പേടി, അരക്ഷിതബോധം ആരെ ബാധിച്ചു? സതീശനെ ബാധിച്ചു. തീർച്ചയായിട്ടും സതീശനെ ബാധിച്ചു കഴിഞ്ഞപ്പം
ഈ ചെറുപ്പക്കാരെല്ലാം തന്നെ വിട്ടു പോകുന്നു. ഇത്രയും പീഡന കേസുകളെല്ലാം ഈ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ടല്ല അല്ല, ഒരുപാട് പരാതികൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. സതീശനും ഇത് അവസരം പോലും മാങ്കൂട്ടം ഏറ്റവും ദുർബലമായ സമയത്താണിത്. ശരിയാണ്. മാങ്കൂട്ടത്തിനെതിരായിട്ട് നടപടിയെടുക്കുകയോ സതീശൻ എന്തെങ്കിലും ചെയ്താൽ തദ്ദേശ ഇലക്ഷനെ ബാധിക്കുമോ എന്ന് വിചാരിച്ച് ആരും സതീശനെ എതിർക്കാനും തയ്യാറായിട്ടില്ല. പിന്നെ നേരെ അനുഭവമുള്ള പലരും കോൺഗ്രസിലുണ്ടാവും. നേരെ അനുഭവമുള്ള പലരും അവരുടെ സതീശനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സർ, അത് മാത്രമല്ല ഒരു മുൻ MP-യുടെ മകളുടെ മേൽ ഉണ്ടായിട്ടുള്ള ആരോപണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അത് ഈ മുതിർന്ന നേതാക്കളെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു ശത്രുപക്ഷത്തേക്ക് മാറ്റുന്നതിന് കാരണമായി കാണുമെന്ന് കരുതിക്കൂടെ? അല്ല, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണെങ്കിലും മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ എടുക്കാൻ പറ്റുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കണ്ണൂർ അറിയാമല്ലോ, MLA-യുടെ മകളെ DYFI-കാരി കൂടി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഒരു DYFI-കാരിയായ മകളെ ഈ P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, CKP പത്മനാഭന്റെ മകളെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെ മോശമായി പെരുമാറി എന്നത് പാർട്ടിക്കകത്ത് ചർച്ചയായി. അത് അവർ മറ്റേ ജഡ്ജിങ് കമ്മിറ്റിയൊക്കെ വെച്ച് അവർ ശ്രീമതി ടീച്ചറും സഖാവ് AK ബാലനും ഒക്കെ ചേർന്നാണ് അത് അന്വേഷിച്ചത്. അതോട്ടെ ഉദാഹരണത്തിന് അതിന് പരിശുദ്ധി വരുത്തി പുണ്യവെള്ളം തളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. സതീശന് പറയാൻ പറ്റുന്ന കാര്യം, സതീശൻ ഇപ്പോൾ കോൺഗ്രസിന് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം, ഒരു വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ വ്യത്യസ്തമാണ്. CPM-ൻ്റെ ഒരു സതീശന് പറയാം, ഞങ്ങളൊരു പാർട്ടി അന്വേഷിക്കാനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂരാഷ്ട്രമുണ്ട് കോട്ടയത്ത്. രാധാകൃഷ്ണനെ പോലെ ഒരു 2-3 പേരെ കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഒരു 6 മാസം കഴിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെന്ന് സതീശന് പറയാമായിരുന്നു. സതീശ് അത് പറയില്ല സാർ, അത് പറഞ്ഞില്ല. അവിടെ പറയില്ല. അതാണ് കോൺഗ്രസ് നേതാവായ സതീശനും CPM നേതാവായ പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കേഡർ ആക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് K. സുധാകരൻ KPC പ്രസിഡന്റായപ്പോൾ പറഞ്ഞിരുന്നതാണ്. അതിനെ നഖശികാന്തി എതിർത്തുള്ള ഒരാളാണ് ഈ സതീശൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും പറയാനൊന്നും പറ്റില്ല. അല്ല, പറയില്ല അദ്ദേഹം. പറയുകയില്ലെങ്കിൽ, സതീശൻ ഇത് പറയുകയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് അംഗീകരിക്കപ്പെടാൻ ജനങ്ങൾ തയ്യാറാവും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ രാഹുലിനെ പേരിൽ ഈ കേസ് ചാർജ് ചെയ്ത് പെട്ടെന്ന് പോലീസ് നാട്ടുകാർ രാഹുലിനെ പിടിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ പിടിക്കണമായിരുന്നു. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് വഴി 15 ദിവസം കേരള പോലീസിനെ മുഴുവൻ വെട്ടിച്ച് രാഹുലിനെ ജീവിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് സഹായിച്ചത്. അത് ആരെയായിക്കോട്ടെ, അവരെ പിടിക്കുന്നതിനാണ് തടസ്സം. പോലീസ് നമ്മുടെ പോലീസല്ലേ. അല്ല സാർ, അവിടെയാണ് സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നത്. കാര്യം അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഇന്നലെ വോട്ട് ചെയ്യാൻ വന്നു. അദ്ദേഹത്തിന്റെ, അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ വന്നത് മുതൽ അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. കൃഷ്ണകുമാർ എന്ന അവിടുത്തെ വോട്ട് കമ്പനിയിലെ പിന്നെ ബോർഡംഗം മുതൽ അങ്ങേയറ്റം ലോകസഭയിൽ വരെ മത്സരിക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ അടങ്ങുന്ന ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് വരെ ഒരു ചെറുപ്പക്കാരനായ ഒരു പ്രസിഡന്റിനെ കൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ അവരുടെ മുനിസിപ്പാലിറ്റി ആഷോക്കിട്ട് അടികൊടുത്ത പാർട്ടി അത് ക്രെഡിറ്റ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ഈ പറയുന്ന പോലെ അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എത്തിയതും ജയിച്ചതും BJPക്ക് വല്ലാത്ത അലോസരം ഉണ്ടാകുന്നുണ്ട്. 2, ഈ കഴിഞ്ഞ പഞ്ചായത്തിൽ താനും കൂടെ വർക്ക് ചെയ്ത്, അതായത് രാഹുൽ വർക്ക് ചെയ്ത് അവിടെ നല്ല വോട്ടിംഗ് ശതമാനം മുനിസിപ്പാലിറ്റി ഒരു വേള കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ മത്സരിക്കുന്നതിന് താൻ അർഹനാണ് എന്ന് തെളിയിക്കേണ്ടി വരില്ലേ? 3 മാസം കൊണ്ട് മാങ്കൂട്ടം അത് തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സതീശൻ അടുത്ത പ്രാവശ്യം ജയിച്ചു വരുന്ന കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോഹം കാണാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സാർ, അത് അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ വിഷയം, അതാണ് പ്രശ്നം. പക്ഷെ എങ്കിലും അദ്ദേഹം അർഹനാണ്. എൻ്റെ കൂടെ കൈപിടിച്ചാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ വന്ന് എന്നെ നിങ്ങൾ ആരോപണ വിധേയനായി പറയുമ്പോഴും ഞാൻ വോട്ട് ചോദിച്ച ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് തന്നിട്ടുണ്ട്, കോൺഗ്രസിന് വോട്ട് തന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ചെറുപ്പക്കാരൻ ഇന്നലെ വോട്ട് ചെയ്യാൻ വന്നത് എന്നുകൂടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുവേള അദ്ദേഹത്തിന് കോടതി അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും വോട്ട് ചെയ്യാൻ അദ്ദേഹം ഇന്നലെ എത്തിയതിൻ്റെ പിന്നിൽ അർത്ഥം ഇതാണ്. എന്ത് പറയുന്നു സാർ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ എത്താമായിരുന്നു. അദ്ദേഹം വന്ന് വോട്ട് ചെയ്തത് ഞാൻ പാലക്കാട് ജാമ്യം ഇല്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന് വോട്ട് ചെയ്തേനെ. കാരണം അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാതെ ക്രെഡിറ്റ് ആയേനെ. തീർച്ചയായിട്ടും ഇവിടെ ഇതിൽ പിണറായി വിജയൻ്റെ അതിരുകടന്ന പ്രവർത്തികൾ, സതീശൻ്റെ അതിരുകടന്ന പ്രവർത്തികൾ എല്ലാവർക്കും സഹായമായി. സാർ, ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് VD സതീശൻ അടങ്ങുന്ന ഒരു കൂട്ടം നേതാക്കൾക്ക് ഇന്നും ഇപ്പോൾ VD സതീശൻ 2ാം നിരയിലെ നേതാവായിരുന്നു. അദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ട് വന്നത് ഷാഫി അടങ്ങുന്നവർ, അല്ലെങ്കിൽ പോട്ടെ രമേശിനെ പ്രതിപക്ഷ നേതാസ്ഥാനത്ത് നിന്ന് മാറ്റി വീണ്ടും ഇദ്ദേഹത്തിനെ ആക്കിയതിൻ്റെ പേരിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2ാം നിര നേതാക്കളാരും പൊങ്ങി വരാൻ പാടില്ല, തങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. സാറ് തന്നെ 1-2 ചർച്ചകൾ പറഞ്ഞിട്ടുള്ള AK ആന്റണി ഇപ്പോഴും ഉടുപ്പ് തുന്നി ഇരിപ്പുണ്ട് മുഖ്യമന്ത്രി ആവാനായി. അങ്ങനെയുള്ളവർ ഒരു കൂട്ടം പേരുടെ കളി തന്നെയാണോ ഈ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു സംരക്ഷണം പോലും ഒരു കൊടുക്കാത്തത്? പല ഭാഗത്തും 2 കാര്യങ്ങളുണ്ട്. KC വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ ബലമായിട്ട് ഈ ടീം മാറി.
അതെ, നാളെ സതീശന് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ളൊരു നേതാവാരാ? തീർച്ചയായിട്ടും കെ സി തന്നെ. കെ സി ആന്റണി വരുവാണെങ്കിൽ പിന്നെ പ്രശ്നം ആരും ഒന്നും വേണ്ടിയില്ല. കെ സി വേണുഗോപാലിൻ്റെ ചിറക് മുറിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താ സാർ? രാഹുൽ മാങ്കൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യുക വഴി കെ സി വേണുഗോപാലിൻ്റെ ചിറകൂടെ മുറിക്കാനാണ് ഇവർ ശ്രമിച്ചത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്ര സ്റ്റേണായിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ അദ്ദേഹം വോട്ട് ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ അല്ല, പക്ഷേ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സതീശൻ പിന്നെയും മണ്ടത്തരം കാണിച്ചു. സണ്ണി ജേക്കബ് പറഞ്ഞു ഇതിൻ്റെ സണ്ണി ജോസഫ്. അപ്പോൾ അതിന് ഇന്നലെ മറുപടി പറയേണ്ട ഇന്ന് പറഞ്ഞാൽ പോരെ? അതാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചു. അവിടെ പണ്ട് TP രമയുടെ വീട്ടിൽ, ചന്ദ്രശേഖരൻ്റെ വിധവ രമയുടെ വീട്ടിൽ അച്യുതാനന്ദൻ പോയ പോലെയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് അത് വളരെ സെൻസിറ്റീവ്. ഇത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, പക്ഷെ മറിച്ച് അത് സതീശൻ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ നാളെ ഇതിൽ ആരെങ്കിലും വന്നിട്ട് സതീശനും മാങ്കൂട്ടോ അല്ലെ സതീശനും ഷാഫിയായിട്ട് യോജിപ്പിലായ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. സതീശൻ പറയും ഞാൻ ആ സമയത്ത് നിലപാടെടുത്തു, എൻ്റെ ബോധ്യപ്പെടലിൻ്റെ അടുത്ത്. അല്ല സാർ, അത് സാർ പറഞ്ഞ ശരി, ബോധ്യം അവരായാലും ഇല്ലെങ്കിലും സതീശൻ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇലക്ഷന് ശേഷം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആര് വരണം സ്വയം ആലോചിച്ചു MLA-മാർ കൈവെക്കാനുള്ളവരുടെ എണ്ണം അദ്ദേഹം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആരൊക്കെ ഇദ്ദേഹം ആകണം എന്ന രീതിയിൽ കൈവെക്കണം, അതിന് തനിക്ക് ആള് വേണം എന്ന് കൂട്ടിക്കൊണ്ടിരിക്കുക. ആ കൂട്ടലിലാണ് ഇവിടെ തിരിച്ചടി. ആ കൂട്ടലിന് തിരിച്ചടി ഉണ്ടായിരിക്കും. കെ സി വേണുഗോപാൽ കളിച്ചു. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നാളെ ഈ സമയം കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം.